ഹായ് ഓൾ, ഇന്ന് നമ്മൾ മാത്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്: ഒരു ദീർഘചതുരത്തിൻ്റെ വീതി നീളത്തേക്കാൾ 6 സെൻറ്റിമീറ്റർ കുറവാണ്. അതിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, അതായത് 2 × l+b = 60. അങ്ങനെയാണെങ്കിൽ l+b എന്ന് പറയുന്നത് 60/2 30. നമുക്ക് l-b ഉണ്ട്, അത് 6 ആണ്. അപ്പോൾ ഇതിൽ നിന്നും b കണ്ടുപിടിക്കാൻ 30 - 6/2 12. ചെറിയ സംഖ്യ 12 ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ 12 പ്ലസ് ഈ 6 കൂടെ കൂട്ടിയാൽ നമുക്ക് വലിയ സംഖ്യ കിട്ടും, അതായത് 18. അങ്ങനെയാണെങ്കിൽ ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുക എന്നത് l × b ആണ്. അപ്പോൾ ഉത്തരം 18 × 12 216 സെൻറ്റിമീറ്റർ². അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ദീർഘചതുരത്തിൻ്റെ വീതി നീളത്തേക്കാൾ 5 സെൻറ്റിമീറ്റർ കുറവാണ്. അതിൻ്റെ ചുറ്റളവ് 70 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയായിരിക്കും? 300 സെൻറ്റിമീറ്റർ സ്ക്വയർ, 315 സെൻറ്റിമീറ്റർ സ്ക്വയർ, 325 സെൻറ്റിമീറ്റർ സ്ക്വയർ, 350 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.